കേരളത്തിൽ ബി.ജെ.പി. അനുകൂല തരംഗമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബി.ജെ.പി. പ്രവർത്തകർ സഞ്ജു സാംസനെ പോലെ പ്രയത്നിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കേരളത്തിലെ ബൂത്തുതല പ്രവർത്തകരുമായി നടത്തിയ ഓഡിയോ ബ്രിഡ്ജ് സംവാദത്തിലാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. സ്വർണ്ണക്കൊള്ള ഉന്നയിച്ച് ഇടതുപക്ഷത്തെയും കോൺഗ്രസിനെയും നരേന്ദ്രമോദി വിമർശിച്ചു. भगवान अयप्पा के भक्तों के साथ ये क्या कर रहे हैं? वहां जो गोल्ड है उसको लेकर एलडीएफ और यूडीएफ कैसे मिलकर बेईमानी कर रहे हैं? നമോ ആപ്പിലൂടെ കേരളത്തിലെ ബി.ജെ.പി. പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിന്റെ വികസനത്തിനും കേന്ദ്ര സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കാനും സംസ്ഥാനത്ത് ഡബിൾ എഞ്ചിൻ സർക്കാരിനെ വിജയിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. തൃശൂരും പാലക്കാടും പ്രചാരണത്തിനെത്തിയപ്പോൾ കേരളത്തിൽ മാറ്റത്തിന്റെ കാറ്റ് അടിച്ചു തുടങ്ങിയെന്ന് മനസ്സിലായെന്നും മോദി അവകാശപ്പെട്ടു. ശബരിമലയിൽ ഇടതുപക്ഷവും കോൺഗ്രസും വിശ്വാസവഞ്ചന കാണിച്ചെന്നും മോദി വിമർശിച്ചു. കേരളത്തിലെ 4 ലക്ഷത്തോളം പേർ സംവാദ പരിപാടിയിൽ പങ്കെടുത്തെന്ന് ബി.ജെ.പി. അവകാശപ്പെട്ടു. യുവാക്കളും വനിതകളും കർഷകരും പട്ടികജാതി പട്ടികവർഗ സമുദായത്തിൽ നിന്നുള്ള പ്രവർത്തകരും പ്രധാനമന്ത്രിയുടെ ചോദ്യങ്ങൾ ചോദിച്ചു. കേരളത്തിലെ 140 NDA സ്ഥാനാർത്ഥികളും പങ്കെടുത്തു. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.